വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു സ്മൂത്തി ഉണ്ടല്ലോ, ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡെലിവറി കഴിഞ്ഞ് നമ്മളൊരു 3 months ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ള ആ ഒരു ടൈം നമുക്ക് കുറെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡും കഴിക്കില്ല, കുട്ടികളെ നോക്കണം, വീട്ടിലെ പണി ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പം ഇത് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയാണ് സ്മൂത്തിയാണ് കേട്ടോ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ റാഗിയാണ്. മുത്താറി റാഗി എന്നൊക്കെ പറയും. ഓക്കെ, റാഗിയിൽ ഒത്തിരി അളവിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, കാൽഷ്യം റിച്ച് ആണ്, ഒത്തിരി ഫൈബർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എങ്ങനെയാണ് ആ സ്മൂത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. അതിന് മുൻപ് ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ ഇന്ന പ്രായമൊന്നുമില്ല, എന്താ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ റാഗി കൊണ്ട് ആദ്യം ഒരു കുറുക്ക് ഉണ്ടാക്കണം. നമ്മൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് കുറുക്കുണ്ടല്ലോ, മധുരം ഇടേണ്ട ആവശ്യമില്ല. മധുരം ഇടാതെ തന്നെ നമുക്ക് ഈ റാഗി വെച്ചിട്ട് ആദ്യം റാഗിയുടെ കുറുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് ഇത് വെച്ച് കുറുക്ക് ഉണ്ടാക്കാൻ. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം റാഗി തലേന്ന് ഓവർനൈറ്റ് എങ്കിലും സോക്ക് ചെയ്യുക. ഇനി ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മോർണിംഗ് ഒരു 4 hours എങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. നല്ലോണം കഴുകി നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഞങ്ങളില്ലേ കുറച്ച് വെള്ളം. അപ്പൊ കുറച്ച് വെള്ളം, ഇതിനങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരു 2 കൈപ്പിടി റാഗി വെള്ളത്തിലിട്ടാൽ മതിയാവും കേട്ടോ. ഒരാൾക്ക് അതന്നെ 2 ആൾക്ക് കുടിക്കാനൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ടെന്ന് പറഞ്ഞത് ഇതിലെങ്ങനെ അരഞ്ഞു വരുന്ന സമയത്ത് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കാം. നമുക്കിത് അരിച്ചെടുക്കണം. ഇതിലേക്ക് മിക്സിന്റെ ജാറിലേക്ക് 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, പച്ചവെള്ളം. എന്നിട്ട് നമുക്ക് എന്നാൽ ശരിക്കും ഇങ്ങനെ അരിച്ച് കിട്ടും. ഇത് ഉണ്ടാക്കാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം കേട്ടോ. ഇത് അറിയാവുന്ന ഒത്തിരി അമ്മമാരുണ്ട്, എന്നാലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ അറിയാത്തവര്, അവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ. 2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അരിച്ചെടുത്തു. അപ്പൊ ഇത് കണ്ടില്ലേ, അതിന്റെ ആ സീഡിന്റെ തൊലിയാണ് കേട്ടോ. റാഗി വേഗം തന്നെ വെന്ത് വരും, വേഗം തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനെ കട്ടയായി പിടിച്ചുകൊണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം വെക്കുക കേട്ടോ. വേഗം ഇതിന്റെ കണ്ടോ, ഇപ്പൊ തന്നെ അത് കട്ടയാവാൻ തുടങ്ങി. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ തന്നെ ഇളക്കിക്കൊണ്ട് തന്നെ 5 മിനിറ്റോടെ തന്നെ ഇത് ഇങ്ങനെ കുറുക്ക് പോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചത് എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതൊന്ന് തണിയണം. തണിഞ്ഞിട്ടാണ് നമ്മള് സ്മൂത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ റാഗിയുടെ കുറുക്കുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒത്തിരി ഫൈബർ ഉണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പം നേന്ത്രപ്പഴം തന്നെ എടുക്കുക. അപ്പോൾ ഇതൊരു നേന്ത്രപ്പഴമാണ്, ഞാനത് അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് കാരക്കയാണ്, ഈന്തപ്പഴം. ഓക്കെ, നല്ല പഴുത്തതാണ്, നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ 3 എണ്ണമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 3 or 4 എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഈ ഈന്തപ്പഴത്തിന്റെ മധുരം ഉണ്ടാവും, പിന്നെ നമ്മൾ എടുത്ത ഏത്തപ്പഴത്തിന്റെ നേന്ത്രപ്പഴത്തിന്റെ മധുരം ഉണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മൾ ഇടുന്നത് ബദാമാണ് കേട്ടോ. ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുള്ള ബദാമാണ് കേട്ടോ.
എന്നിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. ഒരു 10ഓളം ആൽമണ്ട്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ക്ഷീണമൊക്കെ വന്നപ്പോൾ കുടിച്ചിരുന്നത് ഈ ഒരു ജ്യൂസ്, ഈ ഒരു സ്മൂത്തി ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ നമ്മളെ കറുത്ത മുന്തിരിയില്ലേ, അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറുത്ത മുന്തിരിയും വളരെ നല്ലതാട്ടോ ഹെൽത്തിന്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൽമണ്ട് സോക്ക് ചെയ്യുന്നില്ലേ, കൂട്ടത്തില് കറുത്ത മുന്തിരിയും അതുപോലെ നമ്മൾ അത്തിപ്പഴമില്ലേ, ഫിഗ്, അതും കൂടെ ഓവർനൈറ്റ് സോക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ആ രണ്ട് കറുത്ത മുന്തിരിയും ഫിഗും ഇതിൽ മിസ്സാണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ലൂസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇത്രയും ഞാൻ കുടിക്കില്ല കേട്ടോ. ഇത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും മോക്കും ഞങ്ങൾ 3 പേരും കൂടി കുടിക്കാനുള്ളതാണ് കേട്ടോ ഇത്രയും. ഞാൻ ഇതിലേക്ക് കുറച്ച് പംകിൻ സീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ചിയ സീഡാണ്. ചിയ സീഡും ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ് കേട്ടോ. ഇനി കുറച്ച് വാൽനട്ട് ചേർക്കുന്നുണ്ട്. ഇതുണ്ടല്ലോ, ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കുടിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇനിയും കുറേ ഡ്രൈ ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്നും കുറയ്ക്കാതിരുന്നാൽ മതി കേട്ടോ. പ്രത്യേകിച്ച് കറുത്ത മുന്തിരിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഫീഡിങ് മദറൊക്കെ ആണെങ്കിൽ, ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കറുത്ത മുന്തിരിയൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ, കാരക്കൊക്കെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഡെയിലി കുടിക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള, വേറെ ഒരു ദോഷവും ഇല്ലാത്ത അടിപൊളി ഒരു സ്മൂത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഞാനിത് ഇങ്ങനെ ഇളക്കി കുടിക്കാം. മധുരമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. മധുരമൊക്കെ പക്കയാണ് കേട്ടോ, കൂടുതലും ഇല്ല കുറവും.